CAG റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ PPE കിറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം വീണ്ടും ചൂടുപിടിക്കുന്നു. പ്രതിപക്ഷ ആരോപണം CAG ശരിവെച്ചതിന് പിന്നാലെ കിറ്റ് പർച്ചേസുമായി ബന്ധപ്പെട്ട കത്ത് പ്രതിപക്ഷം പുറത്തുവിട്ടു. എന്നാൽ CAG രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് CPIM-ന്റെ മറുപടി. PPE കിറ്റ് വാങ്ങാൻ കുറഞ്ഞ തുക കോട്ട് ചെയ്ത കമ്പനിയുടെ കത്താണ് പ്രതിപക്ഷം പുറത്തുവിട്ടത്. 550 രൂപയ്ക്ക് PPE കിറ്റ് നൽകാമെന്നറിയിച്ച അനിത ടെസ്കോട്ട് എന്ന കമ്പനിയാണ് സർക്കാരിന് കത്ത് നൽകിയത്. കോവിഡ് കാലത്ത് നടന്ന തീവെട്ടിക്കൊള്ളയാണ് ഇടപാടെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 450 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന കിറ്റ് 10,000 എണ്ണം വാങ്ങിയ ശേഷം നിങ്ങൾ നിർത്തലാക്കി 1,500 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു. ഇത് കൊള്ളയല്ലെങ്കിൽ മറ്റെന്താണ് സാർ? 550 രൂപയ്ക്ക് തരാം എന്നുള്ള കത്തിരിക്കുമ്പോൾ അതിൽ നിന്ന് വാങ്ങിക്കാതെ 1,550 രൂപയ്ക്ക് 3 ഇരട്ടി വിലയ്ക്ക് ഇവർ PPE കിറ്റ് വാങ്ങിച്ചു. അപ്പോൾ മുൻ ആരോഗ്യമന്ത്രിയുടെ ഈ പറയുന്ന വാദം കൃത്യമായി പൊളിയാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന ഇടപാടാണെങ്കിലും CAG റിപ്പോർട്ടിന്റെ കണ്ടെത്തലിന് ഗൗരവമേറിയെന്ന് പ്രതിപക്ഷം. എന്നാൽ CAG രാഷ്ട്രീയം കളിക്കുന്നെന്നാണ് മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ മറുപടി. CAG രാഷ്ട്രീയം ഏത് രാഷ്ട്രീയമാണ്, ഏത് സ്ഥാപനമാണ് BJP-ക്കാര് ഈ രീതിയിൽ നശിപ്പിക്കാതുള്ളത്? അതുകൊണ്ട് CAG കേരളത്തിനെതിരായിട്ടുള്ള കുരിശുദ്ധത്തിന്റെ ഭാഗമാണ്. PPE കിറ്റ് ഇടപാട് CBI അന്വേഷിക്കണമെന്ന് BJP. കേരളത്തിൽ നടന്നിട്ടുള്ള ഈ തട്ടിപ്പുകൾ അന്വേഷിക്കാൻ CBI-യെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്താൻ മുഖ്യമന്ത്രി സന്നദ്ധനാണോ? CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ പായിച്ചിറ നവാസ് വിജിലൻസിന് പരാതി നൽകി. വിജിലൻസ് ഡയറക്ടർക്കാണ് പരാതി നൽകിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.